നമ്മളിപ്പോൾ നേരത്തെ ചോയ്സിന്റെ കാര്യം അല്ലെങ്കിൽ സ്ക്രിപ്റ്റ് സെലക്ഷന്റെ കാര്യമൊക്കെ പറഞ്ഞ സമയത്ത് അജ്മൽ ഓപ്പൺ ആയിട്ട് തന്നെ പറഞ്ഞ ഒരു ഇൻസിഡന്റ് ഉണ്ട്. അതായത് അജ്മൽ അമീർ ഒരു സിനിമയുടെ ഭാഗമാവുന്നു. അപ്പൊ അയാൾ പറഞ്ഞ കഥയല്ല ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അയാളോട് നേരിട്ട് പറയുന്നു, നിങ്ങൾ ഇതല്ലല്ലോ എൻ്റെ അടുത്ത് പറഞ്ഞിട്ടത്, എനിക്ക് താല്പര്യമില്ല ഇത് തുടർന്ന് ചെയ്യാന്ന് പറയുന്നു. അവിടെ നിന്ന് ഇറങ്ങി വരുന്നു. അമ്മ ഇടപെട്ടിട്ട് അജ്മൽ അമീറിനോട് അതൊന്ന് ചെയ്ത് തീർത്തു കൊടുക്കൂ എന്ന് പറയുന്നു. അത് ചെയ്ത് തീർത്തു കൊടുക്കുന്നു. ആ സിനിമയുടെ പേര് ഞാൻ പറയുന്നില്ല. അത്രയധികം ഇൻവോൾവ്മെന്റ് ഉള്ള ഒരു ആളായിട്ട് ആ ഘട്ടത്തിലൊക്കെ നമുക്ക് തോന്നിയിട്ടുള്ളത്. അങ്ങനെ പറഞ്ഞിട്ട് അത്രയും ഗട്സോട് കൂടി പറഞ്ഞു വരുന്ന ആളുകളും കുറവാ. ഇപ്പോഴും ആ കാര്യമുണ്ട്. അതായത് ഞാൻ പറഞ്ഞത് അല്ലെങ്കിൽ ഞാൻ ആഗ്രഹിച്ചത് കിട്ടിയില്ലെങ്കിൽ എനിക്ക് നിങ്ങളോട്ട് മുന്നോട്ട് പോകാൻ താല്പര്യമില്ല, അത് ആരായാലും പറഞ്ഞിട്ട് വരാൻ ആ ഗട്സ് ഇപ്പോഴും ഉണ്ട് അജ്മൽ അമീറിന്. ഞാൻ ഒരൊറ്റ സിനിമയിൽ എനിക്ക് ആ ഒരു ഇതുണ്ടായിട്ടുള്ളൂ. അതിനുശേഷം ഞാൻ തീരുമാനിച്ചത് അങ്ങനെയുള്ള ആൾക്കാരുടെ വർക്ക് ചെയ്യണ്ട എന്ന് തന്നെയാണ്. ഞാൻ ശേഷം അങ്ങനത്തെ ആൾക്കാരുടെ വർക്ക് ചെയ്തിട്ടില്ല. അപ്പൊ പിന്നെ എനിക്ക് തന്നെ ബുദ്ധിമുട്ടുണ്ടായിട്ടില്ല. പിന്നീട് അങ്ങനത്തെ ആൾക്കാരെ കാണുമ്പോഴും അവർ സ്ക്രിപ്റ്റ് നറേറ്റ് ചെയ്യുമ്പോഴും നമുക്ക് അറിയാൻ പറ്റും. സോ അപ്പൊ അത് നമുക്കൊരു പാഠമായിട്ട് എടുത്തിട്ട് പിന്നീട് അതിനുശേഷം ഞാൻ തീരുമാനിച്ചത് ഞാൻ കാരണം ഒരു അസോസിയേഷനും എനിക്ക് വേണ്ടിയിട്ട് അങ്ങനെ പോയി സംസാരിക്കാൻ പാടില്ല എന്ന് ഞാൻ തീരുമാനം എടുത്തിരുന്നു. പിന്നീട് ഒരുപാട് സിനിമകളിൽ എനിക്ക് പൈസ തരാതെ പ്രൊഡ്യൂസേഴ്സ് എല്ലാം കഴിഞ്ഞിട്ട് ഞാൻ അവരുടെ ഭാഗത്ത് നിന്നിട്ട് ആ പൈസ എനിക്ക് കിട്ടിയിട്ടൊന്നുമില്ല. ഞാൻ ആർക്കും എതിരെ ഒരു കംപ്ലൈന്റും പറഞ്ഞിട്ടില്ല. കുറെ പൈസ ഒരുപാട് പേര് എനിക്ക് തരാനുണ്ട്. ഇതൊന്നും ഞാനൊരു കംപ്ലൈൻമെന്റ് പറഞ്ഞിട്ടില്ല, ഒന്നുമില്ല. ശരി, ഓക്കെ, ഫൈൻ, ലെറ്റ് ദം ഡു വാട്ട് എവർ ദേ വാണ്ട് എന്നുള്ള സീനിൽ നമ്മൾ മാറി നിൽക്കുക. കുറേ ആൾക്കാർ കൃത്യമായിട്ട് എൻ്റെ പൈസ അറേഞ്ച് ചെയ്യും. അപ്പം ഞാൻ എന്ത് ഏറ്റെടുത്താലും ഒരു 150% അവരോട് കട്ടയ്ക്ക് നിൽക്കുന്ന ആളാണ്. അപ്പോൾ എന്നെപ്പറ്റി കൂടുതൽ അറിയുന്നത് എൻ്റെ കൂടെ വർക്ക് ചെയ്ത ആൾക്കാർക്കാണ്. സോ ദേ നോസ് മീ വെൽ ദാൻ എനിവൺ. ഈ വീണ്ടും വീണ്ടും വർക്ക് ചെയ്ത ആളുകൾ വിളിക്കാനുള്ള കാരണം ഇത് തന്നെയായിരിക്കും. ആയിരിക്കണം. ഒരു 100% പ്രൊഫഷണൽ ആറ്റിറ്റ്യൂഡ് അന്ന് തൊട്ടേ ഉണ്ട്, ഈ തുടക്കകാലം തൊട്ടേ ഉണ്ട്. പ്രൊഫഷണൽ ആറ്റിറ്റ്യൂഡിനേക്കാളും എനിക്ക് സിനിമയിലുള്ള പാഷനും അത് ജയിക്കണമെന്ന് ആഗ്രഹവും ആണ് കൂടുതൽ. കാര്യം ഞാൻ ഇപ്പൊ കുറെ നിങ്ങൾ പറഞ്ഞ 1-2 സിനിമകൾ എനിക്ക് ഇഷ്ടപ്പെട്ട് ചെയ്തത് പകുതിയായപ്പോൾ എനിക്ക് മനസ്സിലായി അത് അതിന്റെ റൂട്ടിലല്ല പോകുന്നതെന്ന് എനിക്ക് മനസ്സിലായി. അതിനെപ്പറ്റി പറയാൻ പോലും ഞാൻ ആഗ്രഹിക്കുന്നില്ല. പക്ഷെ അതിന്റെ കൂടെ ഉണ്ടായിരുന്ന ആൾക്കാരെല്ലാവരും പുതിയ ആൾക്കാർ. അത് എന്റെ കരിയറിലെ പീക്കിൽ നിൽക്കുമ്പോഴേ ഞാൻ ആ സിനിമയെ കമ്മിറ്റ് ചെയ്തിരിക്കുന്നു. അപ്പോൾ അവരുടെ സങ്കടം കാണുമ്പോൾ ഒക്കെ ഫൈൻ തീർത്തു കൊടുത്തേക്കാം. പക്ഷെ അത് എന്റെ തന്നെ കരിയറിനെ നാശം ചെയ്യുന്ന രീതിയിലേക്കാണ് അതിന്റെ അവസാന ഘട്ടങ്ങളിൽ നമുക്ക് തന്നെ അത് ഒരുപാട് അങ്ങനെയും ഞാൻ ഒരുപാട് അനുഭവിച്ചിട്ടുണ്ട്. കാര്യം ഞാൻ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട് ആ ഒരു തുടക്കത്തില്. സിനിമയിൽ ചെയ്യണം ആഗ്രഹിച്ച് നടക്കുമ്പോൾ സിനിമ കിട്ടൂലെന്ന് നമുക്ക് അറിയില്ല. അപ്പൊ അങ്ങനെ കുറച്ച് ആൾക്കാരുടെ അത് കണ്ടു ഒന്ന് വർക്കൗട്ട് ആണെന്ന് തോന്നുന്ന സമയത്ത് എനിക്ക് പ്രണയകാലം വരുന്നത്. അപ്പോ ആ ഒരു ഇതുകൊണ്ട് തന്നെ തുടക്കക്കാർക്ക് സിനിമ കൊടുക്കണമെന്ന് എനിക്ക് ഒരുപാട് ആഗ്രഹമുള്ള ഒരാളായിരുന്നു. പക്ഷെ അങ്ങനെ ഞാൻ ചെയ്ത സിനിമയാണ് തിരുത്തുറു. അത് അയാൾ നന്നായി ചെയ്തു. അതേപോലെ തന്നെ ശങ്കറിന്റെ അസിസ്റ്റന്റിന് കൊടുത്തു, കറുപ്പമ്പട്ടി ഒരു സിനിമ. ഞാൻ ഡബിൾ റോളൊക്കെ ചെയ്ത സിനിമയാണ്. അയാൾ നല്ല പാഷനറ്റ് ആയിട്ടുള്ള ഫിലിം മേക്കർ ആയിരുന്നു. പക്ഷെ അതിന്റെ പ്രൊഡ്യൂസർ പടം നശിപ്പിച്ചു കളഞ്ഞു. അപ്പൊ അതേപോലെ തന്നെ കതിർവേൽ എന്നൊരു സിനിമ ഞാൻ ചെയ്തു. ആ സിനിമ ഭയങ്കര രസമായിട്ട് അതിന്റെ ഡയറക്ടർ ചെയ്തു. പക്ഷെ ഒരു പോയിന്റിൽ അവരുടെ കയ്യിൽ പ്രൊഡ്യൂസർക്കുള്ളിൽ കുറച്ച് ഫണ്ട്സിന്റെ പ്രശ്നങ്ങളൊക്കെ വന്നിട്ട് അത് സ്റ്റോപ്പായി പോയി. അപ്പൊ അങ്ങനെയും നടക്കുന്നുണ്ട് സൈമിൾട്ടേനിയസ്ലി. ഇതിന്റെ ഇടയിലാണ് നമുക്ക് ഒരു കോ കിട്ടുന്നത്, ഇതിന്റെ ഇടയിലാണ് മറ്റേ സംഭവങ്ങൾ ഹിറ്റുകൾ സംഭവിക്കുന്നത് എല്ലാം. അപ്പോൾ അതിന്റെ ഒരു നെഗറ്റീവ് പാർട്സ് നടക്കുമ്പോൾ നമുക്കറിയാം നമ്മളുടെ ഒരു പ്രോഡക്റ്റ് അത് തിയേറ്ററിലേക്ക് എത്താൻ പറ്റാണ്ടാവുമ്പോഴുള്ള വിഷമം നമുക്കറിയാം. അപ്പൊ ഞാൻ എടുത്ത ഡിസിഷൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കറക്റ്റായിട്ടുള്ള ആൾക്കാരോട് വർക്ക് ചെയ്യുക, കൃത്യമായിട്ട് സിനിമ തിയേറ്ററിൽ എത്തിക്കാൻ പറ്റുന്ന കേപ്പബിൾ ആയിട്ടുള്ള ആൾക്കാരോട് വർക്ക് ചെയ്യുക. കാര്യം വേറെ ഒന്നുമല്ല, അത് അവർക്കും എന്താണ് ഗുണമുള്ളൂ. നമ്മളൊരു സാധനം എടുത്തത് ബിസിനസ് ആയാൽ മാത്രമാണ് അവർക്കത് സെല് ചെയ്യാൻ പറ്റുള്ളൂ. എന്നെ വെച്ചൊരു സിനിമ എടുത്തിട്ടുണ്ടെങ്കിൽ ദേ ഷുഡ് ബി ഹാപ്പി. അപ്പോൾ ബോധപൂർവ്വം ഒരു തീരുമാനമാണ് കൃത്യമായിട്ട് ബിസിനസ് ആവുന്ന ആൾക്കാരോട് വർക്ക് ചെയ്യുക, കൃത്യമായിട്ട് സിനിമകൾ ചെയ്യാൻ പറ്റുന്ന ആൾക്കാരോട് വർക്ക് ചെയ്യുക എന്നുള്ളത്. അതുകൊണ്ട് തന്നെയാണ് എൻ്റെ കരിയറിൽ സിനിമ കുറഞ്ഞതും അല്ല. ഈ ഞാനൊരു ഗ്യാപ്പിന് ശേഷം വന്നതിന് ശേഷം. തളർന്നിരുന്ന് കരയാറുണ്ടോ? ഒരിക്കലും ഇല്ല. ഒരിക്കലും കരയണ പരിപാടിയില്ല. അടുത്തതിലേക്ക് ചവിട്ടി കയറാന്നുള്ളത് മാത്രമേ ഉള്ളൂ. ഇപ്പൊ പലപ്പോഴും നമ്മൾ ഈ ആണുങ്ങളൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് സംസാരിക്കുമ്പോഴേ ഇപ്പൊ അജ്മലിനൊക്കെ നമ്മള് സ്ക്രീനിൽ ഹീറോകളായിട്ടാണ് കാണുന്നത്. പക്ഷെ നിങ്ങൾ അനുഭവിക്കുന്ന ഒരു റിസ്കുകളുണ്ടല്ലോ, അല്ലെ, നിങ്ങൾ അനുഭവിക്കുന്ന ടെൻഷൻസ് ഉണ്ട് ഒരു സിനിമയുമായി ബന്ധപ്പെട്ട്. അതിന്റെ സ്ക്രിപ്റ്റ് കേൾക്കുന്നത് മുതൽ അത് റിലീസ് ആവുന്നത് വരെയും ഒരു ആക്ടറുടെ റെസ്പോൺസിബിലിറ്റിയും കൂടിയാണ് ആ സിനിമ വിജയിക്കുക എന്നുള്ളത്. അപ്പൊ നിങ്ങളുടെ ഒരു മെന്റൽ ഹെൽത്ത് എന്ന് പറയുന്ന ഒരു കാര്യം ഉണ്ടല്ലോ, ഇതിനെങ്ങനെ കോപ്പപ്പ് ചെയ്യുന്നുള്ളത്, അതിനെ പറ്റിയിട്ട് എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? അല്ലെങ്കിൽ അതിനെപ്പറ്റി എപ്പോഴെങ്കിലും ഫാമിലിയായിട്ടൊക്കെ കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ടുണ്ടോ? എൻ്റെ അടുത്ത് പലപ്പോഴും പല ഡയറക്ടേഴ്സും പ്രൊഡ്യൂസേഴ്സും വലിയ പൈസ കേട്ട് വരും. അപ്പൊ എനിക്ക് ടീമിനെയോ കഥയോ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഞാനത് ചെയ്യില്ല. ചില ആ സമയത്ത് എനിക്ക് കുറച്ച് പൈസക്ക് ആവശ്യമുള്ള സമയമായിരിക്കും, വീടിന്റെ പണിയൊക്കെ നടക്കുന്ന സമയത്ത്. ആ സമയത്ത് ഞാനത് വേണ്ടാന്ന് പറഞ്ഞിട്ട് വീടിന്റെ പണിയോടെ സ്റ്റോപ്പ് ചെയ്ത് വെക്കും. അത് എൻ്റെ അടുത്ത് പലപ്പോഴും ഫാമിലി ചോദിച്ചിട്ടുണ്ട്, എടാ നിനക്ക് ആഗ്രഹം സിനിമ നടത്താനാണ്, നിന്റെ വീട്ടിൽ വന്നിരിക്കുന്നത് ഒരു വണ്ടിയിൽ പൈസ വന്നിരിക്കുന്നത്, അപ്പോൾ വൈ കോണ്ട് യു റിസീവ് ദാറ്റ്?
ഞാൻ പറഞ്ഞു ഞാൻ ആ സിനിമ ചെയ്തിട്ടുണ്ടെങ്കിൽ എന്നെ ആൾക്കാരെ വെറുക്കും, എന്നെ ആൾക്കാരെ വെറുത്തിട്ടുണ്ടെങ്കിൽ പിന്നെ എനിക്ക് മറ്റൊരു സിനിമ ഞാൻ പറ്റില്ല. അപ്പോൾ ബെറ്റർ ഐ വിൽ വെയിറ്റ് ഫോർ എ ഗുഡ് ഫിലിം. അത് എപ്പോൾ യു മേക്ക് യുവർ ഓൺ. അപ്പോൾ അങ്ങനെയൊക്കെ വരുമ്പോൾ ഞാൻ തന്നെ എനിക്ക് ടാക്കിൾ ചെയ്യാനേ പറ്റുള്ളൂ. കാര്യം അവർക്ക് സിനിമയെ പറ്റി ഒന്നും അറിയില്ല. ഇപ്പം ഞാനൊരു സിനിമ ചെയ്യുമ്പോൾ അതിൻ്റെ ഒരു മിനിമം ക്വാളിറ്റി ഉണ്ടാണെന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണ് ഞാൻ. അത് മാത്രമല്ല ഞാനൊരു സിനിമ ചെയ്യുമ്പോൾ ദാറ്റ് ഷുഡ് ബി എ ടോക്ക് ഓഫ് എ ടൗൺ എന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണ്. അപ്പോൾ എനിക്ക് കൃത്യമായിട്ടുള്ള അങ്ങനത്തെ ഒരു ടീമിനെ കിട്ടിയാൽ മാത്രമാണ് ഞാൻ ഇറങ്ങുന്നുള്ള ഒരു വാശി പിടിച്ചിരിക്കുന്ന ആൾ കൂടിയാണ് ഞാൻ. എങ്ങനെയെങ്കിലും ഒരു സിനിമ ചെയ്യുക എന്നുള്ള ഒരു സീനിൽ നിൽക്കുന്ന ആളല്ല. പക്ഷെ ഞാൻ ചോദിച്ചിട്ട് ഇപ്പം സാധാരണ മംഗൾവാരം സെലക്ട് ചെയ്യുന്നു, ശരിയാണ്, RX-100 ഫേമസ് ആയിട്ടുള്ളൊരു സിനിമയാണ്, ഒക്കെ അറിയാം. പക്ഷെ RX-100-നേക്കാളും കൂടി ട്രാവൽ ചെയ്തിട്ടുണ്ട് മംഗൾവാരം ഇവിടെയൊക്കെ. പ്രത്യേകിച്ച് നമ്മുടെ ഓഫീസിൽ തന്നെ ഒരുവിധപ്പെട്ട എല്ലാ ആളുകളും ആ സിനിമ കണ്ടിട്ടുണ്ട്. അപ്പം ആ സിനിമയുടെ അകത്ത് അജ്മൽ അമീർ ഇതുവരെ ചെയ്യാത്ത കുറച്ചധികം കാര്യങ്ങളുണ്ട്. അതായത് അതിനകത്ത് ഇന്റിമേറ്റ് ആയിട്ടുള്ള സീനുകളുണ്ട്. അതിനകത്ത് അജ്മലിനെ ഇപ്പോൾ ആദ്യമായിട്ട് കാണുന്ന ഒരാൾക്ക് വേണമെങ്കിൽ കുറച്ച് കാലത്തേക്ക് വെറുപ്പ് തോന്നാം, ഇയാളെന്താ ഇങ്ങനത്തെ ഒരു മനുഷ്യനായി പോയെന്നുള്ളത്. അപ്പം നോക്കൂ, പ്രണയാലത്തെ എത്രയോ ആളുകളുടെ ഇഷ്ടം സമ്പാദിച്ച ഒരാളാണ്. ഇത് ചിന്തിച്ചിട്ടുണ്ടോ? ഇങ്ങനെയും കൂടി ഞാൻ ചെയ്ത ഇങ്ങനെ എഫക്റ്റ് ഉണ്ടാവും, അങ്ങനെ ചിന്തിക്കോ? സിനിമ ആദ്യകാലത്താണ് ചിന്തിച്ചത്, പക്ഷെ ഇപ്പൊ സിനിമ മാറി. ഇപ്പോ ആൾക്കാർക്ക് എല്ലാം വളരെ വ്യക്തമായിട്ട് അറിയാം. ഇപ്പൊ അവരൊരു ഫിലിം മേക്കിംഗ് പ്രോസസ് തന്നെ അവർക്കറിയാം. ആക്ടേഴ്സ് ആണെന്നും ദേ ഷുഡ് പെർഫോം ലൈക്ക്. ആ പെർഫോമൻസിൽ എന്തെങ്കിലും അപാകതകൾ ഉണ്ടെങ്കിൽ മാത്രം നമുക്ക് ഇപ്പോൾ ബോധർ ചെയ്താൽ മതി. പക്ഷെ ഇപ്പൊ സിനിമകൾ മൊത്തം മാറി. ഇപ്പൊ അങ്ങനത്തെ ഇന്റിമേറ്റ് സീക്വൻസ് ആണെങ്കിൽ അവർ കുറച്ച് ക്ലാസ് ചെയ്താണ് അവർ ചെയ്തത്. തീരെ മോശമായിട്ടുള്ള. അതെ അതെ അതെ. അപ്പൊ അതുകൊണ്ട് തന്നെ പിന്നെ മറ്റേ കൂടുതലുള്ള ആർട്ടിസ്റ്റ് ആണെങ്കിലും ഭയങ്കര നല്ല ഫ്രണ്ട്ലി ആയിരുന്നു. അതെ, എൻ്റെ നല്ല ഫ്രണ്ടാണ്. സോ അതേപോലെ ഒരു 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 നെഗറ്റീവ് ഇതോടുകൂടിയല്ല അവിടെ ആൾക്കാരുടെ സമീപനം എല്ലാം അങ്ങനെയല്ല സീൻസ് എടുത്തിട്ടുള്ളത്. പിന്നെ മാത്രമല്ല അങ്ങനത്തെ സിനിമകളെ സപ്പോർട്ട് ചെയ്യേണ്ടത് ആസ് എൻ ആർട്ടിസ്റ്റ് എന്നെയും കൂടി ആവശ്യമാണ്. മാത്രമല്ല സത്യം പറഞ്ഞെങ്കിൽ ആ സിനിമ ഇത്രയും മലയാളികൾ കാണുന്ന സ്വപ്നത്തിൽ പോലും പ്രതീക്ഷയില്ല. അതിന്റെ മ്യൂസിക് ആയിരുന്നു, അതിന്റെ മ്യൂസിക്കാണ് എന്റെ മെയിൻ റീസൺ. അത് കഴിഞ്ഞിട്ട് ഹിറ്റ് ആവുന്നത് ഈ കുട്ടിയുടെ ഈ കണ്ടീഷൻ ഉണ്ടല്ലോ, ഇങ്ങനെ ഒരു കണ്ടീഷൻ ഉണ്ടെന്ന് എന്റെ റീല് ഭയങ്കരമായിട്ട് ഹിറ്റ് ആവുന്നു. അത് കഴിഞ്ഞിട്ടാണ് ഈ സാധനം ആളുകൾ കാണുന്നു. പിന്നെ പക്ഷെ അത് തുടക്കത്തിൽ തന്നെ അവിടെ നിന്ന് എനിക്ക് മെസ്സേജസ് ആ സിനിമ അവിടെ റിലീസ് ആയി ഓടുമ്പോൾ തന്നെ അവിടെ നിന്ന് പല രീതിയിലുള്ള കമന്റ്സും, വൈ എന്തുകൊണ്ട് നിങ്ങൾ സിനിമ ചെയ്തു, യു ഹാവ് ഡൺ ദിസ് കൈൻഡ് ഓഫ് ഫിലിം, വൈ ആർ യു ഡൂയിങ് ദിസ് എന്നൊക്കെ ഉള്ളത് ചെറിയ ചിന്താഗതിക്കാരായ ആൾക്കാർ എനിക്ക് അയക്കുമായിരുന്നു. പക്ഷെ ഞാൻ അതൊട്ടും ബോധർ ചെയ്തിരുന്നില്ല. കാര്യം ആ സിനിമ എന്നെ ഒരു വേറൊരു തലത്തിലേക്ക് കൊണ്ടുപോയിട്ടുണ്ട്. ആ സിനിമ ആ സിനിമ കണ്ടിട്ട് എനിക്ക് വന്നിട്ടുള്ള കുറേ കോൾസുകൾ എനിക്കുണ്ട്. സോ അതിന്റെ കുറച്ച് ഫിലിം മേക്കേഴ്സും അതിന്റെ കൂടെ ഞാൻ വർക്ക് ചെയ്തപ്പോൾ എനിക്ക് കിട്ടിയ കോൺടാക്ട്സും അത് വേറെയാണ്. സോ ഇവിടെ പക്ഷെ ഇത്രയും ഒരു വ്യൂവേഴ്സ് ആ സിനിമയ്ക്ക് ഉണ്ടാവുമെന്ന് ഞാൻ സ്വപ്നത്തിൽ പോലും വിചാരിച്ചില്ല. ഒരുപാട് ആൾക്കാർ ഇപ്പോൾ കണ്ടിട്ട് ടെക്സ്റ്റ് ചെയ്യുന്നുണ്ട്, കളിയാക്കുന്നുണ്ട്. ഫാമിലിയിലെ മെമ്പേഴ്സ് ഉണ്ട്, വാട്ട് ഹാവ് യു ഡൺ എന്ന് ചോദിക്കുന്ന ആൾക്കാരുണ്ട്. ബട്ട് സ്റ്റിൽ ഇപ്പൊ ഞാൻ കുറച്ചും കൂടി പ്രൊഫഷണൽ ആയിട്ടാണ് സിനിമയെ കാണുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ വീട്ടിലും ദാറ്റ്സ് ഫൈൻ ഫോർ ദം. ഐ മീൻ ദേ നോ വാട്ട് ഐ ആം. പക്ഷെ ഇങ്ങനത്തെ ഇപ്പൊ ഒരു ഇന്റിമേറ്റ് സീനൊക്കെ ഉണ്ടാവുന്ന സമയത്ത് കൃത്യമായിട്ട് ഡയറക്ടറായിട്ട് അല്ലെങ്കിൽ ഒരു ഇന്റിമേസി ഡയറക്ടറായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് അങ്ങനെ ഐഡിയ വരുത്തിയിട്ട് അജ്മൽ അമീർ അതിലേക്ക് ഇറങ്ങുള്ളൂ. ഇല്ല, അദ്ദേഹം ആ സമയത്ത് ഒരുപാട് എൻ്റെ അടുത്ത് ചോദിച്ചതാണ് ഒരു സ്മൂച്ച്. എനിക്കത് ചെയ്യാൻ ബുദ്ധിമുട്ടാണ് ഞാൻ പറഞ്ഞു. അതുകൊണ്ട് തന്നെയാണ് വേറെ രീതിയിൽ കുറച്ച് അതിനെ മാറ്റിയും ഇതൊക്കെ അങ്ങനെ കുറച്ച് സാധനങ്ങൾ എനിക്ക് പറ്റില്ല എന്ന് തന്നെ പറഞ്ഞിട്ട് അത് ഒഴിവാക്കിയിട്ടുണ്ട്. പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഞങ്ങൾ ഡിസ്കസ് ചെയ്തിട്ട് പിന്നെ അദ്ദേഹം നിങ്ങൾ പറയുമോ, പക്ഷെ ആ സമയത്ത് എനിക്ക് ചിരി വരും. അപ്പൊ കൂടുതൽ ഓപ്പോസിറ്റുള്ള ആർട്ടിസ്റ്റും ചിരിക്കും. അപ്പൊ പുള്ളിക്കതൊക്കെ പ്രാന്ത് പിടിച്ചിട്ട് അവസാനം വേറെ രീതിയിലൊക്കെ ചെയ്ത വർക്ക്ഔട്ട് ആയ സോങ് ഒക്കെ ഭയങ്കര രസമുള്ള സോങ്. കുറെ ആയിട്ട് ഇപ്പൊ സൂപ്പർ വില്ലൻ ആയിരുന്നല്ലോ, അതായത് നയൻതാരയുടെ വില്ലനാണ്, സുരേഷ് ഗോപിയുടെ വില്ലനാണ്. ഈ സൂപ്പർ വില്ലൻ ആകുമ്പോ ചില ആർട്ടിസ്റ്റ് ഒക്കെ അതെന്താ സീൻ വെച്ചില്ലെങ്കിൽ ഇപ്പൊ നെട്രിക്കലിന് ശേഷം എനിക്ക് ബാക്ക് ടു ബാക്ക് വന്ന പരിപാടികളാണ് ഈ സൂപ്പർ വില്ലൻ, പാപ്പൻ, ഹണ്ട്. ഇതൊക്കെ നെട്രിക്കൻ കാരണം കിട്ടിയ സാധനങ്ങളാണ്. ഇത് ഒരു ഈ ഫിലിം മേക്കേഴ്സിന്റെ ഒരു കുഴപ്പമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കറന്റ്ലി ഇപ്പൊ ഒരു സിനിമ അവര് ചെയ്യുമ്പോൾ പെട്ടെന്ന് ഇമ്മീഡിയറ്റ്ലി ആലോചിക്കുന്നത് ഹൂ വിൽ ബി ദ വില്ലൻ. ഇപ്പൊ തമിഴിലെ വില്ലൻ ആരാ, ഏറ്റവും വലിയ സിനിമ ചെയ്തിട്ട് തെലുങ്കിലെ വില്ലൻ ആരാ, അങ്ങനെയൊക്കെ ആലോചിച്ചിട്ട് അങ്ങനെയാണ് ആൾക്കാർ അവർ കാസ്റ്റ് ചെയ്യുന്നതല്ല. അപ്പൊ ആ സമയത്ത് ഞാനാണ് അവിടുത്തെ ടോപ്പിൽ നിൽക്കുന്ന ഒരു വില്ലൻ ക്യാരക്ടർ. അപ്പൊ ഇവിടെ വരുമ്പോഴും അവർക്ക് ഓക്കെ ഫൈൻ, ഇവൻ വന്നാൽ ഓക്കെ അത് ചെയ്തത് കൊണ്ട് ആൾക്കാർ ഓക്കെ ആയിരിക്കും എന്നുള്ള സീനിലാണ് നമ്മൾ ഇങ്ങോട്ട് വിളിക്കുന്നത്. അപ്പൊ ഞാൻ ഇതും ചെയ്യാതെ മാറിയിരുന്നുണ്ടെങ്കിൽ ഞാൻ മാറിയിരിക്കത്തേ ഉള്ളൂ. അപ്പൊ എനിക്ക് സിനിമകൾ വേണം, എനിക്ക് നല്ല ടെക്നീഷ്യൻസിൽ വർക്ക് ചെയ്യണം. അപ്പൊ വരുന്നതിൽ അത്യാവശ്യം കുഴപ്പമില്ലാത്തതും എൻ്റെ ഡേറ്റുകൾക്കൊപ്പം ഓക്കെ ഫൈൻ ഈ ഡേറ്റ്സിൽ എനിക്ക് കുഴപ്പമില്ല എന്നൊക്കെ സിങ്ക് ചെയ്ത് വരുമ്പോഴാണ് ഓട്ടോമാറ്റിക്കലാണ് സംഭവിച്ചു പോകുന്നത്. എനിക്ക് അതോടെ ഞാൻ നിർത്തി. ഞാനിപ്പോൾ കുറെ 100 ഞാൻ നിർത്തി പരിപാടി. വില്ലൻ ഇനി വേണ്ട, ഇനിയിപ്പോൾ ചെയ്യണമെങ്കിൽ എന്തെങ്കിലും ലീഡ് റോൾസ് മാത്രം ചെയ്ത് മതിയുള്ള സീനിൽ നിൽക്കുമ്പോഴാണ് എനിക്ക് ബാക്ക് ടു ബാക്ക്
അങ്ങനെ സിനിമകൾ ചെയ്യാൻ പറ്റുന്നത്. ഇപ്പൊ പാപ്പനിലെ വേഷത്തിന് ഇനിയും കുറേയും കൂടി അപ്രീസിയേഷൻ ആവശ്യമുണ്ട് എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അതിന്റെ രണ്ട് കാലഘട്ടമൊക്കെ ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ട് പോർട്രേ ചെയ്തിട്ടുള്ളത്. ജോഷി സാർ എന്ന് പറഞ്ഞ പോലെ ഒരു ലെജൻഡിന്റെ കൂടെ വർക്ക് ചെയ്യുന്ന സമയത്ത് അദ്ദേഹത്തിന് ഏകദേശം ഒരു 50 വർഷത്തെ സിനിമ എക്സ്പീരിയൻസ് ഉണ്ട്. അദ്ദേഹമായിട്ടുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ ഉണ്ടല്ലോ, ഞാൻ ഈ ഷോട്ടാണ് എടുക്കാൻ പോകുന്നത്, ഞാൻ ഇതെങ്ങനെ ചെയ്യണം എന്നുള്ളത്. ആ ഒരു ഏരിയ നമ്മളോട് എക്സ്പ്ലെയിൻ ചെയ്യാം. എനിക്ക് മലയാളത്തിൽ ഞാൻ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന ഒരു ഡയറക്ടറാണ് ജോഷി സാർ. സത്യം പറയുകയാണെങ്കിൽ ഭയങ്കര ഇഷ്ടവും സ്നേഹവും എല്ലാം എനിക്ക് അദ്ദേഹത്തോടുണ്ട്. പക്ഷേ ഒരു ചെറിയൊരു കഥ പറയാം. ഞാൻ ജോഷി സാറിനോട് ഒരു 3-ാമത്തെ ദിവസം ഷൂട്ട് ചെയ്യുമ്പോൾ ഫൈറ്റ് മാസ്റ്ററിൻ്റെ ചെറിയൊരു പ്രശ്നം കാരണം എൻ്റെ തല പോയി ഇടിക്കുകയും ഞാൻ അദ്ദേഹത്തോട് കുറച്ച് കാര്യത്തിൽ സംസാരിക്കുകയും ചെയ്തു അവിടെ വെച്ചിട്ട് തന്നെ. അപ്പോൾ അദ്ദേഹത്തോട് ഞാൻ പറഞ്ഞു, ഞാനിങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ഇങ്ങോട്ടായിരിക്കും പോകുന്നത്, അവിടെ പോയി ഇങ്ങനെ സംഭവിക്കും, നോ ഐ ആം ദെയർ, യു ഡു ഇറ്റ് എന്ന് പറഞ്ഞുകൊണ്ട് ഞാനത് ചെയ്തു. എനിക്ക് ഭയങ്കരമായിട്ട് വേദനിക്കുകയും ഞാനപ്പോൾ കുറച്ച് കാര്യം സംസാരിക്കുകയും ചെയ്തു. അത് ജോഷി സാർ കേട്ടു. സാർ നീ ഒരു കാര്യം ചെയ്ത്, നീ ഒന്നും ചെയ്യേണ്ട, നീ പോ എന്ന് പറഞ്ഞിട്ട് പുള്ളിക്കാരൻ പറഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കര സങ്കടമായി. അപ്പോഴത്തേക്കും ഞാൻ കാരവനിൽ വരുമ്പോഴത്തേക്കും നീ ജോഷി സാറിനോട് ഇങ്ങനെ സംസാരിക്കുമോ എന്നൊക്കെ പറഞ്ഞിട്ട് എൻ്റെ ബാക്കിയുള്ള ആൾക്കാരൊക്കെ ഒന്ന് പറഞ്ഞു. പക്ഷെ എനിക്ക് എൻ്റെ ഭാഗത്തൊരു തെറ്റും തോന്നിയില്ല, കാര്യം ഞാൻ അത്ര എഫേർട്ട് ഇട്ടാണ് അവിടെ നിന്നിരുന്നത്. അതിനുശേഷം ജോഷി സാറിനെ പിറ്റേ ദിവസം വിളിച്ചപ്പോൾ സത്യം പറയണമെങ്കിൽ ജോഷി സാർ സംസാരിച്ചപ്പോൾ, സാറ് ഞാൻ അല്ല അത് ചെയ്തത്, ഞാൻ ഇങ്ങനെയാണ് സംഭവിച്ചതെന്ന് പറഞ്ഞ് അറിയാതെ എനിക്ക് സങ്കടം വന്നു. ജോഷി സാറ് മനസ്സിലായി. പിറ്റേ ദിവസം ഒരു ഭയങ്കര സ്നേഹമായിരുന്നു ജോഷി സാറിനോട്. അതിന് സിനിമ കഴിഞ്ഞ് അവസാനം വരെ ഭയങ്കരമായിട്ട് എന്നെ പുള്ളിക്കാരൻ എന്താ പറയുക, ഭയങ്കര സ്നേഹത്തിലാണ് ആരോടും. ഞാൻ കുറച്ച് കാര്യങ്ങൾ പുള്ളിക്കാരൻ ഒന്നിനും കോംപ്രമൈസ് ചെയ്യൂല. അപ്പോൾ ചില കാര്യങ്ങൾ ഇപ്പോൾ ഷർട്ട് ഇല്ലാതെയായിരുന്നു ഓടേണ്ടിയിരുന്നത് രാത്രി ആ പെൺകുട്ടിയെ കൊണ്ട്. എനിക്ക് സാറ് ഞാൻ ഒട്ടും കംഫർട്ടബിൾ അല്ല, ഞാൻ ഷർട്ട് ഇട്ടോട്ടെ എന്ന് വെച്ചപ്പോൾ എന്താ ഇട്ടോ, വേറെ ആരെങ്കിലും സമ്മതിക്കുക, അവർ കൂടുതൽ അസിസ്റ്റൻസ് ഒക്കെ വേറെ ആരെങ്കിലും സമ്മതിക്കില്ല, പിന്നെ എങ്ങനെ സമ്മതിച്ചതെന്നുള്ള സീനിൽ. അപ്പോൾ അങ്ങനെ സത്യം പറഞ്ഞെങ്കിൽ ആ സിനിമ വർക്ക് ചെയ്ത് ഏറ്റവും കൂടുതൽ ഞാൻ എൻജോയ് ചെയ്ത് ജോഷി സാറായിട്ടുള്ള കുറച്ച് സമയം സ്പെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ടും അദ്ദേഹത്തിൻ്റെ കൂടെ വർക്ക് ചെയ്യാനും വേണ്ടിയിട്ടായിരുന്നു.